ഞാൻ ശശികല ശശികുമാർ. ജനനി യൂട്യൂബ് ചാനലിന് വേണ്ടി ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് അരുൺകുമാർ എന്ന പെൻഡുലം ജ്യോതിഷനെയാണ്. ഇവർ സ്ഥിതി ചെയ്യുന്നത് തിരുവാതിരാണിക്കുളം അമ്പലത്തിൻ്റെ ഏകദേശം 2 കിലോമീറ്റർ അടുത്താണ്. പെൻഡുലം ജ്യോതിഷം സാധാരണയായിട്ട് അധികം ആരും കേട്ട് പരിചയമില്ലാത്തൊരു ജ്യോതിഷമാണ്. അതിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ്, വിശദാംശങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ അദ്ദേഹത്തിനോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാൻ പോവാണ്. നമസ്കാരം. അപ്പോൾ താങ്കൾ പെൻഡുലം ജ്യോതിഷം നടത്തുന്നുണ്ട് എന്നൊക്കെ പറയുന്നത് കേട്ടു. എന്താണ് ഈ പെൻഡുലം ജ്യോതിഷം? പെൻഡുലം ജ്യോതിഷം എന്ന് പറയുമ്പോൾ അത് നമ്മളിപ്പോൾ ഒരു പ്രാക്ടീസ് വഴി നമ്മൾ പഠിച്ചതാണ്. അച്ഛനാണ് എൻ്റെ ഗുരുനാഥൻ. അച്ഛൻ്റെ പേര് നന്ദനവാര്യർ എന്നാണ്. അപ്പോൾ അച്ഛൻ ജന്മഭൂമിയിൽ വർക്ക് ചെയ്തിരുന്നു. അപ്പോൾ ജന്മഭൂമിയിൽ ഇരിക്കെ തന്നെ അച്ഛൻ ജ്യോതിഷ കാര്യത്തിൽ താല്പര്യം ഉണ്ടാവുകയും അങ്ങനെ പതുക്കെ അത് പെൻഡുലത്തിലേക്ക് തിരിയുകയും ചെയ്തിട്ട് അങ്ങനെയാണ് അച്ഛൻ ഇത് ഒരു മുഖ്യധാരയിലേക്ക് അച്ഛൻ എത്തിപ്പെട്ടത്, പെൻഡുല ജ്യോതിഷം ചെയ്യുക എന്നുള്ള നിലയ്ക്ക്. അച്ഛനാണ് കാര്യങ്ങൾ ആദ്യം ചെയ്തിരുന്നത്. അപ്പോൾ അച്ഛന് വർഷങ്ങളുടെ ഒരു പ്രവൃത്തി പരിചയം വെച്ചിട്ട് അച്ഛൻ കാര്യങ്ങൾ ചെയ്തു തുടങ്ങി. അപ്പോൾ അങ്ങനെ അച്ഛൻ്റെ ശിക്ഷണത്തിലാണ് നമ്മളിതിലേക്ക് കടന്നത്. അപ്പോൾ പലരും വരുന്നുണ്ട്, പലരുടെ അനുഭവങ്ങൾ കൊണ്ടൊക്കെ അങ്ങനെ അങ്ങോട്ട് കാര്യങ്ങൾ നോക്കി പോകണം. നമ്മളതിൽ ഈ ഉപാസനയിൽ കൂടിയിട്ട് ഒരു എന്താ പറയുക, ശക്തി ആർജിച്ച് എന്നൊക്കെ പറയുന്ന പോലെ ഉപാസനയുടെ ബലത്തിലാണ് നമ്മൾ ഈ കാര്യങ്ങൾ നോക്കി പറയുന്നത്. അങ്ങനെയാണ് കവടിയല്ല. നമ്മളിപ്പോൾ ഒരു ശരാശരി ഒരാൾക്ക് ഉണ്ടാകാവുന്ന ദോഷങ്ങളെ പറ്റിയിട്ടുള്ളൊരു ചാർട്ടുണ്ട്. അപ്പോൾ അതിൽ ദുർമൂർത്തികളുടെ ഒരു ചാർട്ട്, അങ്ങനെ ഒരു 3-4 ചാർട്ടുകൾ റെഡിയാക്കി വെച്ചിട്ട് ആ ചാർട്ടിൽ ഓരോന്നിലും പെൻഡുലം പിടിച്ച് അതിന്റെ മൂവ്മെന്റ് അനുസരിച്ചാണ് കാര്യങ്ങൾ പറയുന്നത്. പെൻഡുലത്തിന്റെ മൂവ്മെന്റിനനുസരിച്ചാണ് കാര്യങ്ങൾ. അതെ അതെ, അങ്ങനെയാണ്. അപ്പൊ ഇതിന് പേരും നാളും അതേപോലെ അല്ലേ? എങ്ങനെയാണ്? നാള് വേണ്ട, ആളുടെ സാന്നിധ്യം മതി. സാന്നിധ്യം മതി. ഇപ്പൊ ഒരാൾ ഇപ്പൊ പേര് നാള് പറഞ്ഞിട്ട് നോക്കുക എന്നുള്ളതിനേക്കാളും നേരിട്ട് ഒരാൾ വന്നിട്ട് ഒന്നില്ലെങ്കിൽ ആള് നേരിട്ട് വരിക, ഇനിയിപ്പോ ദൂര സ്ഥലങ്ങളിലുള്ള ഒരാളാണെങ്കിൽ ഫോട്ടോ അയക്കുക, അങ്ങനെ നോക്കി കാര്യങ്ങൾ അങ്ങനെയും പറയാറുണ്ട്. അതെ, ഏത് മതസ്ഥർക്കും അപ്പൊ ഇത് നോക്കാൻ പറ്റുമോ? ഇപ്പൊ കാരണം ഇപ്പൊ നമ്മുടെ ഹിന്ദുസ് ആണല്ലോ കൂടുതലും നാളും ഇതൊക്കെ നോട്ട് ചെയ്ത് വെക്കുള്ളൂ. ഇപ്പൊ തന്നെ പലരും ഇത് ചെയ്യണില്ല. പക്ഷെ അപ്പൊ നമുക്ക് വെറുതെ ആളുടെ സാന്നിധ്യം ഉണ്ടെങ്കിൽ ഏത് ആൾക്കാർക്കും, അതെ, ഏത് മതസ്ഥരായാലും ആളുടെ ഒരു സാന്നിധ്യം മതി നമുക്ക്. അപ്പൊ ആളെ മുന്നിലിരുത്തിയിട്ട് കാര്യങ്ങൾ നോക്കി പറയാം. വരാറുണ്ടോ അങ്ങനെ? വരാറുണ്ട്, ധാരാളം പേര് വരാറുണ്ട്. അതെ. അപ്പൊ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പറഞ്ഞ് അവർക്ക് ഒരു പ്രതിവിധി ഉണ്ട്, പറയാറുണ്ട്. ഇപ്പൊ അവർക്കിപ്പോ ഒരു മുസ്ലിം ആളാണ് വരുന്നതെന്നുണ്ടെങ്കിൽ പള്ളിയിലെ രീതിയിൽ ആ രീതിയിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പറയാറുണ്ട്. ക്രിസ്ത്യനാണെങ്കിൽ അങ്ങനെ അത് നമ്മളുടെ രീതിക്ക് അത് നമ്മൾ പറഞ്ഞ് യഥേഷ്ടം അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പൊ ഇത് പ്രചാരത്തിലുണ്ടോ ശരിക്കും? അതായത് മറ്റുള്ള ജ്യോതിഷമൊക്കെ പഠിപ്പിക്കുന്നത് പോലെ നമ്മൾ ഈ പെൻഡുലം ജ്യോതിഷം അത് പ്രചാരത്തിലുണ്ടോയെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഓൺലൈനായിട്ട് ഇത് പഠിപ്പിക്കുക കാര്യങ്ങളുണ്ടോയെന്ന് എനിക്കറിയില്ല. ഞാൻ അങ്ങനെ ഒരാളെ ഡയറക്റ്റ് ഇപ്പോൾ പറയാൻ എനിക്ക്. പുസ്തകം ഇറക്കിയിട്ടുണ്ടോ ഇതിന്റെ? ചില പുസ്തകങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ചില ആളുകൾ പെൻഡുലത്തെ പറ്റി പഠിപ്പിക്കുകയല്ല, പെൻഡുലം ഇങ്ങനെയാണ് എന്ന് കാണിച്ചുകൊണ്ടുള്ള ചില വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്, യൂട്യൂബിൽ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇത് അച്ഛൻ്റെ അടുത്ത് പഠിച്ചതാണ്? അച്ഛനാണ് പഠിപ്പിച്ചിരിക്കുന്നത്. കുറെ കാലമായി അത് ചെയ്യാൻ തുടങ്ങിയിട്ട്? ഞാനിപ്പോ ധാരാളം വർഷമൊന്നും ആയിട്ടില്ല. ഞാൻ അച്ഛൻ ധാരാളം വർഷത്തെ പരിചയമുള്ള ഒരാളാണ്. ഞാൻ ഒരുപാട് വർഷത്തെ പരിചയം എന്ന് പറയാൻ എനിക്കില്ല. അപ്പൊ ശരിക്കുള്ള ജോലി എന്ന് പറയുന്നത് ഇതാണോ അതോ വേറെ? ഇത് തന്നെയാണ് ജോലി. ഇത് തന്നെയാണ് ജോലി. അപ്പൊ ധാരാളം ആൾക്കാർ വരുന്നുണ്ട്. ഇപ്പൊ ഈ കൊറോണയുടെ സമയത്ത് ഒരു ചെറിയൊരു ആളുകൾക്ക് വരാനൊരു മടി ഉണ്ടായി എന്നുള്ള ഒഴിച്ചാൽ തെറ്റില്ലാതെ ആളുകൾ വിളിക്കുന്നുണ്ട്, വരുന്നുണ്ട്. അപ്പൊ വീടുകളുടെ ഒക്കെ കാര്യം, ഇപ്പൊ ചില സ്ഥലത്ത് താമസിക്കുമ്പോൾ നമുക്ക് വീടിന് എന്തെങ്കിലുമൊക്കെ ദോഷം ഉണ്ടോ എന്ന് നോക്കാൻ ചിലർ പറയും. അപ്പൊ അതൊക്കെ ഇതിൽ നോക്കാൻ പറ്റുമോ? ഇപ്പോ കഴിഞ്ഞ ദിവസം ഒരു പാർട്ടിയുടെ വീട്ടിൽ ചെന്നിട്ട് ഇങ്ങനെ കാര്യങ്ങൾ നോക്കി. അപ്പോൾ അവിടെ ഒരു നെഗറ്റീവ് എനർജി, നമ്മളിപ്പോൾ ഇതിൽ നെഗറ്റീവ് എനർജിയും പോസിറ്റീവ് എനർജിയാണല്ലോ മെയിനായിട്ട് പറയാം. അപ്പോൾ ആ വീട്ടിലൊരു നെഗറ്റീവ് എനർജി ഉണ്ട് എന്ന് നമ്മളവിടെ ചെന്നതിന് ശേഷം നോക്കി പറയുകയാണ് ചെയ്തത്. മനസ്സിലായി. അതെ. അപ്പം നമ്മൾ നോക്കിയതിന് ശേഷം പെൻഡുലത്തിൽ ചാർട്ട് പ്രകാരം നോക്കിയതിന് ശേഷം അവരെ വിളിച്ചിട്ട് ഒരു പ്രത്യേക റൂമിൽ വിളിച്ചിട്ട് നമ്മൾ ഈ റൂമിലല്ലേ നിങ്ങൾക്ക് ഇത് ഫീൽ ചെയ്യുന്നതെന്ന് ചോദിച്ചു. അവർ കറക്റ്റായിട്ട് അത് തന്നെയാണ്, അവിടെ തന്നെയാണ് ഫീൽ ചെയ്യുന്നതെന്ന് പറഞ്ഞു. അതിനുള്ള പരിഹാരവും നമ്മൾ പറഞ്ഞു.
പരിഹാരം പറഞ്ഞൊരു ഒരു ഒരു 4-5 ദിവസത്തിന് ശേഷം അവർക്ക് ആ ബുദ്ധിമുട്ട് അവിടെ ഇല്ലെന്നാണ് പറഞ്ഞത്. ഈ ഒരു നെഗറ്റിവിറ്റി ഉണ്ട് എന്നുള്ളൊരു ഫീൽ അവർക്ക് പിന്നെ തോന്നിയിട്ടില്ല എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ പല വീടുകളിലും സ്വരച്ചേർച്ചയൊക്കെ നടക്കാറുണ്ട്. അതായത് ഒരു മാനസികമായിട്ട് ആർക്കും ഒരു സുഖം ഉണ്ടാവില്ല. എപ്പോഴും പല വ്യക്തികൾ തമ്മിൽ, ഇപ്പോൾ ഭാര്യയും ഭർത്താവും അല്ലെങ്കിൽ അച്ഛനും മക്കളും അമ്മയും മക്കളും തമ്മിലൊക്കെ ഭയങ്കര പ്രശ്നം. അപ്പൊ അങ്ങനെ വരുമ്പോഴും പലരും ജ്യോത്സ്യനെ കാണുക എന്ന് പറയും. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളൊരു ഇത് വരുന്ന സമയത്ത് താങ്കളുടെ അടുത്തേക്ക് വരികയാണെങ്കിൽ അതിനൊരു പ്രതിവിധി ഉണ്ടാവുമോ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അങ്ങനെ ധാരാളം ആളുകൾ വരാറുണ്ട്. നമ്മൾ അതിന് വേണ്ട കാര്യങ്ങൾ പറയാറുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഇവിടെ കുറച്ച് പൂജാമുറിയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യും, കുറച്ച് വഴിപാടുകൾ ചെയ്യും. അങ്ങനെയാണ് അതിൻ്റെ രീതി. നമ്മുടെ രീതി അതാണ്. ഒരു ഭീമമായ ഒരു തുകയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ള വഴിപാടൊന്നും അല്ല. വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് പറയാറുള്ളത്. അപ്പം അങ്ങനെ ധാരാളം ആളുകൾ വരുന്നുണ്ട്, അനുഭവം ഉണ്ട് അവർക്ക്. അപ്പോൾ വ്യക്തികളാണോ വരേണ്ടത്? അപ്പോൾ ഒരു വ്യക്തികളാണ്. വ്യക്തികൾ എന്ന് പറയുമ്പോൾ 2 കൂട്ടർ ഒരുമിച്ച് വരികയാണെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ. അതാണ്. അതെ. അല്ല, ഇപ്പൊ ഞാൻ പറയണത് ഇപ്പൊ വീട്ടിലെല്ലാവരും ഉണ്ടല്ലോ. അപ്പൊ ആ സമയത്ത് ഇപ്പൊ വൈഫിനാണ് തോന്നണത് ഇപ്പൊ ഇങ്ങനെ ഒന്ന് നോക്കിച്ചാ കൊള്ളാം. കാരണം ചിലപ്പോ ഹസ്ബൻഡ് അറിയാണ്ടായിരിക്കും ചിലപ്പോ. ചില കുടുംബങ്ങളിൽ അങ്ങനെ ഭർത്താക്കന്മാർ ചിലപ്പോ സമ്മതിക്കില്ല. പക്ഷെ കുടുംബത്തിൽ സമാധാനം വേണം. അപ്പൊ അവർക്ക് തോന്നുകയാണ് ഇങ്ങനെ ഒന്ന് പോയി ഒന്ന് കാണിച്ചാൽ ചിലപ്പോ ഇത്തിരി ഭേദമായെങ്കിലോ എന്ന് തോന്നുകയാണെങ്കിൽ അതിനൊരു പരിഹാരം ഉണ്ടാവുമോ എന്നാണ് ഞാൻ ചോദിച്ചത്. ഉണ്ട്. അങ്ങനെ പലരും ഒറ്റയ്ക്ക് വന്ന് കാര്യങ്ങൾ സംസാരിച്ച് അങ്ങനെ ഫാമിലി നല്ല ബെറ്റർ ആയിട്ട്. കാരണം അവിടെ ഒരു നെഗറ്റീവ് എനർജിയാണ് അവിടെ ഉണ്ടാവുക ആ വീട്ടില്. അതെ, വീട്ടിന്റെ ഉള്ളിലൊക്കെ നെഗറ്റീവ് എനർജി. അപ്പൊ താങ്കളെ കൊണ്ട് അത് മാറ്റി കൊടുക്കാൻ പറ്റുന്നുണ്ട്. അതിന്റെ വലിയൊരു ഉപകാരമാണ്. ഇപ്പോഴത്തെ വീടുകളിൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരുപാട് ഇഷ്യൂസ് നടന്നുകൊണ്ടിരിക്കുകയാണ് പല കുടുംബം. കാരണം കുട്ടികളാണെങ്കിലും ടീനേജ് കഴിഞ്ഞ കുട്ടികള്, ഇപ്പൊ ഞങ്ങള് ജനനി യൂട്യൂബ് ചാനൽ എന്ന് പറഞ്ഞാൽ ഒക്കെ അമ്മമാരാണ്. അപ്പൊ അവരൊക്കെ ഫേസ് ചെയ്യുന്നത് ചിലപ്പോ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളായിരിക്കും ചിലപ്പോൾ ഫേസ് ചെയ്യുന്നത്. കുട്ടികളോടൊന്നും പറയാൻ പറ്റില്ല ചില സമയത്ത്. അപ്പൊ ആകെ വിഷമ അവസ്ഥയിലായിരിക്കും. അച്ഛൻ എന്ന് പറഞ്ഞ ആ സമയത്ത് ഹസ്ബൻഡൊക്കെ പ്രഷറായിരിക്കും, വർക്കിന്റെ പ്രഷർ, കുട്ടികൾ പഠിത്തത്തിന്റെ പ്രഷർ. അപ്പൊ അങ്ങോട്ട് എന്ത് പറഞ്ഞാലും ആർക്കും മനസ്സിലാവില്ല. അപ്പൊ അതിനൊക്കെ നല്ലൊരു പരിഹാരം അപ്പൊ അതിന് ആ ഒരു അമ്മ മാത്രം വന്നാൽ മതി. ഇപ്പോ ഒരു പാർട്ടി ഇപ്പൊ കഴിഞ്ഞ ദിവസം സംസാരിച്ചപ്പോ അവര് പറഞ്ഞൊരു കാര്യം, മകന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു മകനോടൊന്ന് വിളിക്കാൻ പറയും. കാരണം ഈ ആൾക്ക് നേരിട്ട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതാണല്ലോ കൂടുതൽ നന്നായിരിക്കുക. അങ്ങനെ മകൻ വിളിച്ചു, കുറച്ച് കാര്യങ്ങൾ മകൻ പറഞ്ഞു. അതിൻ്റെയും കൂടി അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ കാര്യങ്ങൾ നോക്കി പറഞ്ഞത്. അപ്പോൾ 2 കൂട്ടർക്കും അത് കേട്ടപ്പോൾ നല്ല ആശ്വാസമായി. അപ്പോൾ ഇനിയിപ്പോൾ അവധിക്ക് നാട്ടിൽ വരുമ്പോൾ ആദ്യം ഇവിടെ വരുന്നു പറഞ്ഞിട്ടാണ് ഇപ്പോൾ മകനിരിക്കുന്നത്. സന്തോഷമായി. അതേപോലെ ഇപ്പോൾ ജോലിയൊക്കെ നോക്കി, ഇപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ബിസിനസ്സൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കരമായിട്ട് ബിസിനസ്സിൽ അങ്ങോട്ട് വർക്കുണ്ട്, പക്ഷെ സാമ്പത്തിക ബുദ്ധിമുട്ട് ഒരുപാട് ഫേസ് ചെയ്യാണ്. ഇതൊന്നും നമുക്കിപ്പോൾ കുറച്ച് കരകയറണം, വർക്ക് കിട്ടും വേണം, പക്ഷെ മൂവ്മെന്റ് നടക്കണ്ടേ. ഇത് നടക്കാണ്ട് ഒരു ബ്ലോക്ക് വന്നിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഒരു വ്യക്തിക്ക് എന്ന് വിചാരിക്കുക. അപ്പൊ അതിന് ഇപ്പൊ ആ വ്യക്തി വരികയാണെങ്കിൽ എങ്ങനെയാണ് അത് പറഞ്ഞു കൊടുക്കുക? അത് ഈ പറഞ്ഞ പോലെ നമ്മൾ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണ്ട പരിഹാരങ്ങളൊക്കെ പറയും. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രത്യേകം പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആള് വന്ന് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയും പരിഹാരം എന്നത്തേക്ക് വെക്കരുത്, അത് കഴിയുന്നതും ചെയ്തു പോവാന്നുള്ളതാണ് അതിൻ്റെ ഒരു ഭംഗി. അതാണ്. അപ്പോൾ നമ്മൾ അമ്പലത്തിലായാലും ഒരു വഴിപാട് ചെയ്യുമ്പോൾ അതെ നമ്മളത് കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് ആള് ചെയ്യാതിരിക്കുക, അത് അതെ പറഞ്ഞ പോലെ ചെയ്യണം. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ഇപ്പോൾ എൻ്റെ അച്ഛൻ ചെയ്യുമ്പോഴും ചെയ്യുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ വന്ന് പോയി കഴിഞ്ഞാൽ അവർ വിളിച്ചില്ലെങ്കിലും നമ്മളവിടെ വിളിച്ച് ചോദിക്കും, നിങ്ങൾക്കിപ്പോൾ ഇവിടെ വന്നിട്ട് എന്താണ് വ്യത്യാസം, എന്താ, എത്രത്തോളം നിങ്ങൾക്ക് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും പറയുക. ഇല്ലാന്നാണ് പറയുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് ബാക്കി കാര്യങ്ങൾ അടുത്ത സ്റ്റെപ്പ് ഒന്നുകൂടി നോക്കുക എന്നുള്ളതാണല്ലോ. ഒരു തവണ വന്ന് കണ്ടാൽ പിന്നെ ആ ഒരു സാന്നിധ്യം നിങ്ങൾക്ക് ഉണ്ടാവുമല്ലോ. അതെ അപ്പൊ പിന്നെയും നോക്കാലോ. അതെ. അപ്പൊ നമുക്ക് എന്തായാലും ഇപ്പൊ ഒരാളെ നോക്കി അങ്ങോട്ട് വിടുക എന്നുള്ളതല്ലാതെ നമുക്ക് അവർക്ക് വ്യത്യാസം ഉണ്ടെന്ന് കേൾക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അങ്ങനെയാണ്. അപ്പൊ അങ്ങനെ അവര് നേരാവുന്നത് വരെ നിങ്ങൾ അവരെ പിന്തുടർന്നുകൊണ്ടിരിക്കും. തീർച്ചയായിട്ടും അതാണ് ആവശ്യം. കറക്റ്റ് ഫോളോ അപ്പ് ചെയ്യാനുള്ളൊരു അത് നമ്മൾ കണ്ടിന്യൂ ചെയ്ത് പോകും. അതുകൊണ്ട് വീണ്ടും ആളുകൾക്ക് നമ്മളെ വിളിക്കാനും കോണ്ടാക്ട് ചെയ്യാനും താല്പര്യമുണ്ട്. വിളിക്കുന്നുണ്ട്. അതാണ് ഇപ്പോൾ നടക്കുന്ന ചിലർക്ക്
ജോലിയുടെ സംബന്ധമായിട്ട് കുറെ ട്രൈ ചെയ്താലും ചിലപ്പോൾ ജോലി കിട്ടണില്ല. നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളായിരിക്കും, പക്ഷെ അവർക്ക് പരീക്ഷ ഹാളിൽ കയറുമ്പോഴേക്കും ടെൻഷനായി, എഴുതാൻ കിട്ടില്ല, അല്ലെങ്കിൽ എഴുതി കഴിഞ്ഞാൽ ചിലപ്പോൾ അത് റിസൾട്ട് വരുമ്പോൾ അവർക്ക് വരില്ല. അപ്പോഴൊക്കെ അമ്മമാർക്കാണ് കൂടുതൽ പ്രശ്നം വരിക കുട്ടികളെക്കാളും. അപ്പൊ അതിനൊക്കെ ശരിക്കും എന്തെങ്കിലും നമുക്ക് ചെയ്തു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. പിന്നെ അസുഖങ്ങൾ വരികയാണെങ്കിൽ ശരി, നമ്മൾ എത്ര ട്രീറ്റ്മെന്റ് ചെയ്താലും ചിലപ്പോൾ അസുഖങ്ങൾ മാറില്ല. അപ്പൊ വിചാരിക്കും എന്തോ ഒരു ശനിദോഷം വന്നിട്ടുണ്ട്. അല്ല, നമ്മളിപ്പോ ഒരു അസുഖം വരിക എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ ഒരു സീരിയസ് ആയിട്ട് ഒരു അസുഖത്തെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ അസുഖം ഞാൻ മാറ്റാം നിലപാടൊന്നും നമുക്കില്ല. നമ്മൾ ഈ അസുഖം വരാൻ എന്തെങ്കിലും ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഫോഴ്സിന്റെ ഇതുകൊണ്ടാണ് സംഭവിച്ചതെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഇവിടെ നോക്കി കാര്യങ്ങൾ ചെയ്യാം. നമ്മളിപ്പോ ഈ കണ്ണിൽ കൊള്ളേണ്ടത് പുരികത്ത് കൊള്ളുക എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ ഇപ്പൊ പറയുമല്ലോ, വലിയ ശനിദോഷമൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾ പോയിട്ടൊന്ന് ശിവന്റെ അമ്പലത്തിൽ പോയിട്ട് മൃത്യുഞ്ജോമം കഴിക്കും എന്ന് പറയും. അപ്പൊ നമ്മൾ അത് കഴിക്കും, കാരണം എന്താ, ശക്തി കുറയാൻ വേണ്ടി. അതാണ് നമുക്കും അതാണല്ലോ ചെയ്യാം. അതെ അതെ. അപ്പൊ കുറെയൊക്കെ ഇത് വരുന്ന സമയത്ത് നമ്മൾ കുറച്ച് വഴിപാടുകളൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് മനസ്സിനൊരു സുഖമാണ്. അതെ. ഇപ്പോ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരാള് നമ്മുടെ അടുക്ക് വന്നു, അവർ വേറൊരാളുടെ അടുക്ക പോയപ്പോൾ എനിക്ക് വീട് വെക്കാനുള്ളൊരു സാധ്യത കാണുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം കട്ട് ആൻഡ് റൈറ്റ് ആയിട്ട് പറഞ്ഞു ഒരു സാധ്യത ഇല്ലെന്ന് പറഞ്ഞു. എന്നോട് ചോദിച്ചു, ഞാൻ പറഞ്ഞു അതിന് സാധ്യത കാണുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇവരെന്നോട് പറഞ്ഞതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനിയിപ്പോൾ എനിക്ക് വീട് വെക്കാൻ പറ്റിയില്ലെങ്കിലും സാരമില്ല, പറഞ്ഞല്ലോ, എനിക്കൊരു സാധ്യത ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അത് തന്നെ വലിയൊരു കാര്യമാണ്, പോസിറ്റീവ് എനർജിയാണ്, നമുക്കൊരു പ്രതീക്ഷ കൊടുക്കുകയാണ്. അതെ അതെ. അപ്പൊ ചെയ്യാൻ പറ്റും, നടക്കും. അതെ, ഭയപ്പെടുത്തി വിടാതിരിക്കാൻ നോക്കാന്നുള്ളതാണ് ഇതിനകത്ത്. അതെ അതെ അതെ. അപ്പൊ തന്നെ കുറച്ച് റിലാക്സേഷൻ, അവർക്ക് ചെയ്യാനുള്ള ഒരു സമാധാനത്തോടെ ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ നോക്കി കാണുന്ന കാര്യങ്ങൾ നമ്മൾ കറക്റ്റായിട്ട് പറയും. അപ്പൊ അവര് പറയും എന്നെ സമാധാനിപ്പിക്കാൻ പറഞ്ഞാണോ? അല്ല, നമ്മൾ ഇവിടെ കണ്ട കാര്യം തന്നെയാണ് പറയുന്നത്. സമാധാനിപ്പിക്കാൻ ആരോടും പറയാറില്ല ഒന്നും. എന്ത് പ്രശ്നങ്ങൾ വന്നാലും അതിന് പരിഹാരം. അതെ, അത് പറയാറുണ്ട് തീർച്ചയായിട്ടും. എല്ലാത്തിനും ഒരു പരിഹാരം വേണല്ലോ. അത് പരിഹാരങ്ങൾ എന്താന്ന് വെച്ചാൽ ചെയ്യാറുണ്ട്. താങ്കളുടെ ഫാമിലി? വൈഫ് വിദ്യ എന്നാണ് പേര്. എറണാകുളത്ത് പനമ്പള്ളികളിലാണ് താമസം. ഒരു മകനാണ്, ആലുവ വിദ്യാരാജ സ്കൂളിൽ പഠിക്കുന്നു, 7ാം ക്ലാസ് പഠിക്കുന്നു. വൈഫിന് ജോലിയുണ്ടോ? ഇല്ല, വൈഫിന് ജോലിയില്ല. പിന്നെ നമുക്ക് അതിനിടയ്ക്കൊരു യൂട്യൂബ് ചാനലുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് അമ്പലങ്ങളെ പരിചയപ്പെടുത്തുക കാര്യങ്ങളൊക്കെ ആയിട്ട് അതും ഇതിൻ്റെ കൂടെ കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ അതിൽ വൈഫും മകനുമാണ് നമുക്ക് നമ്മുടെ കൂടെ, അല്ലാതെ പുറത്തുനിന്ന് ഒരാൾ വരിക അങ്ങനെയൊന്നുമില്ല. നമ്മൾ ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ട് ചെയ്യുന്നൊരു പ്രോഗ്രാമാണ്. അപ്പോൾ ഒരു 80ഓളം അമ്പലങ്ങൾ ചെയ്തു. അപ്പോൾ മകനാണ് വീഡിയോ എടുക്കുന്നതും എഡിറ്റ് ചെയ്യുന്നതൊക്കെ മകനാണ്. അപ്പോൾ അതിൽ ഈ യൂട്യൂബ് ചാനലിൻ്റെ പേര് സായി ശ്രീചക്ര എന്നാണ്. അപ്പോൾ അതിൽ നമ്മൾ വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട് പോകുമ്പോൾ കോയമ്പത്തൂർ 2 അമ്പലങ്ങളിൽ പോയി. അതൊരു സ്പെഷ്യൽ സംഭവമായിരുന്നു. അങ്ങനെ കുറച്ച് വെറൈറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട്. കോയമ്പത്തൂർ സിദ്ധാപുത്തൂർ, പിന്നൊരു പറശ്ശിനി, കണ്ണൂർ പറശ്ശിനി മടപ്പുര പോലെ തന്നെയുള്ള അതേ രീതിയിൽ കാര്യങ്ങൾ അനുവർത്തിച്ച് പോകുന്നൊരു വടവള്ളി മുത്തപ്പൻ ക്ഷേത്രമുണ്ട് തമിഴ്നാട്ടിൽ, കോയമ്പത്തൂർ. ഇത് രണ്ടും നമ്മൾ പോയി വീഡിയോ എടുത്തു. അത്യാവശ്യം ആളുകളൊക്കെ നല്ല അഭിപ്രായം പറഞ്ഞു. അവിടുത്തെ ക്ഷേത്ര ഭാരവാഹികളും നമ്മളോട് നല്ലൊരു അനുഭവമാണ് അവരും പറഞ്ഞത്. കേരളത്തിന് പുറത്തേക്കും പോകുന്നുണ്ട്. കൂടുതൽ ഇവിടെ തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഒന്ന് വിപുലമാക്കാൻ ആഗ്രഹിക്കുന്നു. അതെ, ചെറിയ ചെറിയ അമ്പലങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, ആൾക്കാര് പരിചയമില്ലാത്ത അമ്പലങ്ങൾ പരിചയപ്പെടുത്താം. അതെ, ഇപ്പൊ ചോറ്റാനിക്കര, ഗുരുവായൂർ പോലെയുള്ള അമ്പലങ്ങളൊക്കെ എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, അറിയാത്ത പല അമ്പലങ്ങളും, അറിയാത്തതും അവിടെ സ്പെഷ്യൽ സംഭവങ്ങളുള്ള വഴിപാട് കാര്യങ്ങൾ, അതൊക്കെ ഒന്ന് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ഇതിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇത് നോക്കണതല്ലേ പെൻഡുലം, അതൊന്ന് ഞങ്ങൾക്കൊന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത്. ഞാനിപ്പോൾ ഒരാളുടെ കാര്യം നോക്കുന്ന രീതി എന്താണെന്നുള്ളത് പറയാം. ഇതാണ് നമ്മൾ പറയുന്ന ചാർട്ട്. ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്ന പെൻഡുലം.
പേര് പറയാൻ ആഗ്രഹിക്കാത്ത ഒരാളുടെ കാര്യം പറയുകയാണ്. ഈ പറഞ്ഞ ആൾക്ക് ഒരു അമ്പലത്തിൽ വഴിപാട് പെൻഡിങ് ഉള്ളതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അത് അദ്ദേഹം നേർന്നായിരിക്കാം, അല്ലെങ്കിൽ വീട്ടിൽ ആരെങ്കിലും നേർന്നായിരിക്കാം. അപ്പോൾ അത് അങ്ങനെ കണ്ടു. അപ്പോൾ നമ്മളത് ദേവൻ അല്ലെങ്കിൽ ദേവി ഏതാണെന്ന് നമ്മൾ അടുത്ത ചാർട്ടിൽ നോക്കുകയാണ്. അപ്പോൾ അത് ശിവക്ഷേത്രത്തിലേക്കുള്ളൊരു വഴിപാടാണ് പെൻഡിങ് ഉള്ളതായിട്ട് കാണുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അത് അദ്ദേഹത്തിന് വിചാരിച്ചായിരിക്കാം, വീട്ടുകാർ വിചാരിച്ചായിരിക്കാം, അത് നമുക്കറിയില്ല. അത് ആൾ നേരിട്ട് വരുമ്പോൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചിട്ട് അതൊന്ന് ഉറപ്പിക്കും. അപ്പോൾ നമ്മൾ കണ്ടത് ഇതാണിപ്പോൾ. അപ്പോൾ അങ്ങനെ ഓരോ വിഷയത്തിനും വേറെ എന്തെങ്കിലും നമ്മളിപ്പോൾ ദുർമൂർത്തിയുടെ കാര്യത്തിലും അല്ലെങ്കിൽ നമ്മൾ പിതൃദോഷം പോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ അതിനൊക്കെ ഓരോ ചാർട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആ ചാർട്ടിൽ പെൻഡുലം വെച്ച് അതിൻ്റെ മൂവ്മെൻ്റ് അനുസരിച്ചാണ് നമ്മൾ കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി ജനനി യൂട്യൂബ് ചാനലിന് വേണ്ടി താങ്കളുടെ ഇത്രയും വിലപ്പെട്ട ഈ സമയം തന്നതിന് ഒരുപാട് നന്ദി, സ്നേഹം, സന്തോഷം. നമുക്കും